എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറേ പ്ലാന്റുകൾ നമ്മൾ ഒരു 4-5 പ്ലാന്റുകൾ റീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ പ്ലാന്റുകൾ നമ്മൾ പ്രൂണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പുതിയ പൂക്കാലത്തിലേക്ക് കടക്കാനായിട്ട് കുറച്ച് പ്ലാന്റ്സുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് എല്ലാം കുറച്ച് അതിൻ്റെ കണ്ടീഷൻ, അതായത് അതിൻ്റെ മണ്ണിൻ്റെ pH ലെവല് കണ്ടീഷണർ, അതുപോലെ അതിൻ്റെ റൂട്ടുകൾക്ക് നല്ല വളർച്ച കിട്ടാനുള്ള വളങ്ങൾ, അതൊക്കെ നമ്മൾ അതൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക, ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. കഴിഞ്ഞ കുറേ 2-3 വീഡിയോകൾക്ക് നല്ല റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നുകൂടി എല്ലാവരിലേക്കും എത്തിക്കും. നമ്മളേതായിട്ടുള്ള ഒരു ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാകും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. ഇനിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ഇന്നത്തെ കണ്ടന്റിലേക്ക് കിടക്കാം. കണ്ടന്റ് നമ്മളെ ഇന്നത്തെ ചെടികളുടെ പരിപാലനത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മളെ ചെടികൾക്ക് നല്ലൊരു സാധാരണ അഡീനിയം ചെടികൾ നമ്മൾ ചില ആൾക്കാർ വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്ലവറിങ് ആയിട്ട് വരാറുണ്ട്. അത് ഓരോ സ്ഥലത്തെ മണ്ണിൻ്റെ അല്ലെങ്കിൽ ആ മണ്ണിലടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ പ്രത്യേകത. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണ്. ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഒരു ഉപ്പുരസം, അങ്ങനത്തെ ഒരു പ്രത്യേകതരം മണ്ണാണ്, ഒരു പശിമയുള്ള മണ്ണാണ്, നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന മണ്ണാണ്. ഇവിടുത്തെ മണ്ണിൽ നമ്മളൊന്നും ചെയ്തിട്ട് ഒരു സാധനത്തിന് നമുക്ക് വിളവെടുപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലവറിങ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു പോട്ടി മിക്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ആ ചെടിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന് ആവശ്യമുള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുക. അങ്ങനെ നമ്മൾ ചെടികൾ വളർത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ചെടികളിൽ ഫ്ലവറിങ് ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും നമ്മളെ വെജിറ്റബിൾ പ്ലാന്റ്സിനെ ആയാലും അതിനൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളെ കേരളത്തിലെ സംബന്ധിച്ച് നമുക്ക് കുറേ നമ്മളെ മണ്ണിൽ അടങ്ങിയിട്ടുള്ള കുറേ മൂലകങ്ങൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വെറുതെ ഒരു വിത്തിട്ടാൽ അല്ലെങ്കിൽ ഒരു കമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വലുതായി നല്ലൊരു റിസൾട്ട് നമുക്ക് കാണിച്ചു തരും. ഇവിടെ ഞാൻ ചെയ്യുന്ന ഇവിടുത്തെ കാലാവസ്ഥ ഒരു വ്യത്യസ്തപ്പെട്ട കാലാവസ്ഥയും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയും മണ്ണിന്റെ പ്രകൃതിയും ഒക്കെ വ്യത്യസ്തം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഓരോ പ്ലാന്റിനും അല്ലെങ്കിൽ ഓരോ ചെടിക്കും നമ്മൾ അതിനനുസരിതമായിട്ടുള്ള ഒരു പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളെ നാട്ടിലെ കാലാവസ്ഥയിലനുസരിച്ച് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്യാണ്, ചൂടുകാലം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഫസ്റ്റ് വീക്കാണത്. അപ്പം ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് അഡീനിയം ചെടികളാണ്. അഡീനിയം ചെടികൾക്ക് കൂടുതലും നമുക്ക് നല്ല ടെമ്പറേച്ചർ, അതായത് ചൂട് മിനിമം ഒരു ദിവസം ഒരു മിനിമം 5 to 8 hours നമുക്ക് ഇതിന് നല്ല ഫുൾ സൺലൈറ്റ് കിട്ടണം. അതുപോലെ തന്നെ നല്ല ടെമ്പറേച്ചർ. എന്നാൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും ഇതിന് ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചറാണ്, ഒരു 30/20. അതൊക്കെ നല്ലൊരു ടെമ്പറേച്ചറാണ്. കാരണം അഡീനിയം ചെടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള എന്ത് പ്ലാന്റ്സിനായാലും പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തുന്ന ഒരു കാലാവസ്ഥയാണത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസോ അല്ലെങ്കിൽ കുറച്ച് ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ കുറച്ച് വളങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2-3 പ്ലാന്റ് നമ്മൾ അഡീനിയം പ്ലാന്റുകൾ നമ്മൾ റീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ റീപോർട്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് നമ്മൾ വെള്ളം 3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നല്ലാതെ നമ്മളിതിന് കൂടുതൽ വളങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സംഭവം ഇതിൻ്റെ പോട്ടി മിക്സിൽ നമ്മൾ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ചെടിക്ക് അത് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഇനി വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ചും കൂടി അതിനെ പറ്റിയിട്ടുള്ള അങ്ങനെ ചെടിക്ക് വലിച്ചെടുക്കാനും ഈ മണ്ണിൻ്റെ pH, അതുപോലെ ഇതിലത്തെ സോയിൽ, അതൊരു കണ്ടീഷണർ ആക്കുക, അതുപോലെ തന്നെ
ഇതിന് വേറെ കീടബാധകൾ അല്ലെങ്കിൽ മറ്റുള്ള മണ്ണിൽ നിന്നും വേറെ കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന് കുറച്ച് വളങ്ങൾ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. നിങ്ങളൊരു അടീനിയം വളർത്തുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അടീനിയത്തിനെ പറ്റിയിട്ട് കൂടുതൽ അടീനിയത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണുക. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് മേടിക്കാൻ കിട്ടും സീവീഡ് എക്സ്ട്രാക്റ്റ് ആണത്. നമ്മൾ ഇത് ഇപ്പം ഞാൻ കഴിഞ്ഞ സീസണിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുതിയതൊരെണ്ണം മേടിച്ചതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അതുപോലെ തന്നെ ഹ്യൂമിക് ആസിഡ്, ഇത് രണ്ടും എന്ന് പറയുന്നത് നമ്മളെ ചെടികൾക്ക് നല്ല ന്യൂട്രിയൻ്റ് കിട്ടുന്ന ഒരു സപ്ലിമെൻ്റ് ആണിത്. ഇത് ഒരു എക്സ്ട്രാക്റ്റ് ആണ്. ഇതിൻ്റെ ഗ്രാനുവൽസും നമുക്ക് മേടിക്കാൻ കിട്ടും. നല്ല ഗ്രാനുവലായിട്ടുള്ള ടൈപ്പും കിട്ടും. ചില ചെടികളിൽ ഞാൻ പോട്ടി മിക്സിൻ്റെ കൂടെ കുറച്ച് ഗ്രാനുവൽസും ഈ സീവീഡിൻ്റെ ഗ്രാനുവൽസും ഇത് മിക്സ് ചെയ്യാറുണ്ട്. അത് നിങ്ങളെ മുന്നിലത്തെ വീഡിയോകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരുവിധം സാധനങ്ങളും കുറച്ച് എന്നാൽ ഓവറായിട്ടില്ല, കുറേശ്ശെ നമ്മൾ ആ പോട്ടി മിക്സിൽ ആഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇവിടുത്തെ മണ്ണിൻ്റെയും പ്രത്യേകത. അപ്പം നമ്മളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടണം. അത് കുറേശ്ശെ അളവിലൊക്കെ കിട്ടേണ്ട ആവശ്യമുള്ളെങ്കിലും നമ്മളത് കുറച്ച് നമ്മളതിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സീവീഡ് എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഹ്യൂമിക് ആസിഡും. ഇത് രണ്ടും നമ്മളെ സോയിലിന് കണ്ടീഷണറാണ്. അപ്പോൾ ഇത് ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല pH ലെവൽ കൂട്ടും. അതുപോലെ തന്നെ മണ്ണിൽ ഇതിൻ്റെ ഒരു റൂട്ട് ഡെവലപ്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഈ സീവീഡ് എക്സ്ട്രാക്റ്റും. ഇത് നമ്മൾ ചെറിയ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളെ ബേബി പ്ലാന്റ്, നമ്മൾ അടീനിയം സീഡ് മുളപ്പിച്ചെടുക്കുന്ന ചെടികൾക്കൊക്കെ ഞാനിത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഇത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റ് വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു വളർച്ച കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ ഇതിനെ മിക്സ് ചെയ്യുന്നൊരു റേഷ്യോ ഉണ്ട്. നമ്മൾ ചിലർ വെള്ളത്തിൽ കലക്കി ഒഴിക്കും, ചിലർ സ്പ്രേ ചെയ്യും. നമ്മൾ ഇതെല്ലാം ചെയ്യാറുണ്ട്. നമുക്ക് ചെടിക്ക് എന്താ ആവശ്യം വെച്ചാൽ അതുപോലെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോയിലേക്ക്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഈ സംഭവങ്ങളൊന്നും ചിലവർ ചെയ്തിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ ഒത്തിരി പ്ലാന്റ്സ് ഒന്നും നമ്മളെ വീടുകളിൽ ഉണ്ടാവില്ല, അടീനിയ ആയാലും എന്തായാലും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റായി. ഏത് ചെടിക്കായാലും, ഇപ്പോൾ അടീനിയ എന്നല്ല, വേറെ നമ്മളെ ഗാർഡനിലെ എല്ലാ ചെടികൾക്കും ഈ രണ്ട് കാര്യം മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതോ ഏറ്റവും നല്ല കാര്യം തന്നെ. കാരണം ആ ചെടികളുടെ ഗ്രോത്ത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ ഈ ചെടികൾ കണ്ടു, ഇതൊക്കെ അടീനിയം സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം സീഡുകളാണ്. ഇനിയും സീഡുകൾ എടുക്കാനുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കിട്ടിയിട്ടുള്ള സീഡ് നമ്മൾ മുളപ്പിച്ചതാണ്. ഇതിനൊക്കെ നല്ല ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെടിയായിട്ട് മാറും, നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ കോഡക്സിന്റെ സൈസ് ഉണ്ടാവും. ഈ കോഡക്സിന്റെ ഒക്കെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ രീതിയിൽ തന്നെ ഇത്രയും ചെറിയ തയ്യായിരിക്കുമ്പോൾ അതിന്റെ കോഡക്സ് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. പിന്നെ അടീനിയം ചെടികൾ എപ്പോഴും നമ്മൾ കൂടുതലും ഈ വിത്ത് മുളപ്പിച്ച് എടുക്കുന്ന ചെടികളാണ് ഏറ്റവും നല്ലത്. കാരണം അതിന്റെ കോഡക്സിനും ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. മിക്കവാറും അതിന് ഫ്ലവേഴ്സൊക്കെ സിംഗിൾ പൊട്ടായിരിക്കും, എന്നാൽ തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. നമ്മുടെ മനസ്സിനൊരു കുളിർമ നൽകുന്ന ചെടികളാണ്, അല്ലെങ്കിൽ ഒരു കളറുകൾ, അല്ലെങ്കിൽ ആ ഒരു കോഡക്സും ആ ഷേപ്പും അതൊക്കെ. അതുപോലെ തന്നെ അതിനെ ബോൺസായി ആക്കി മാറ്റാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്തുനിന്ന് മുളപ്പിച്ചെടുത്ത സീഡാണ്. ഞാൻ 2 കൂടിയിട്ട് ഇങ്ങനെ കൂട്ടിപ്പിരിച്ച് വെച്ചേക്കുക. ഒരു വെറൈറ്റി നമുക്ക് എന്തായാലും നമുക്കൊരു വെറൈറ്റി ഒക്കെ ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു 10 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം. ഈ 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു
10 ml ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ സീവീഡ് എക്സ്ട്രാക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമിക് ആസിഡ് നമ്മളൊരു 1 ടീസ്പൂണ് ഹ്യൂമിക് ആസിഡ്. സംഭവം ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ചെടികൾക്ക് നേരിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കടകളിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഹ്യൂമിക് ആസിഡ് കുറച്ച് 1 ടീസ്പൂൺ, ഒരു 1 ml, ഒരു 2 ഗ്രാം ഒക്കെ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം നമ്മളിത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം അത് മണ്ണിലേക്ക് പെട്ടെന്ന് ചെല്ലുകയും ചെയ്യും, പെട്ടെന്ന് ചെടികൾ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം വെള്ളത്തിൽ കൂടെ നമ്മളിത് ഫെർട്ടിലൈസറുകൾ അപ്ലൈ ചെയ്യുക. ഞാൻ കൂടുതലും വെള്ളത്തിൽ കൂടെ തന്നെയാണ് ഫെർട്ടിലൈസറുകൾ അപ്ലൈ ചെയ്യുക. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് കുറച്ച് ഫംഗിസൈഡും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ചെടികൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് ഇതിൻ്റെ കീടാണുക്കളൊക്കെ ഒന്ന് ചെടികൾക്ക് വേറെ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെടികൾക്ക് പെട്ടെന്ന് നല്ല ഇപ്പം ഈ ചെറിയ രീതിയിലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ജർമിനേഷൻ പ്രോസസ്സ് നന്നായി നടത്തും. ഈ രണ്ടും കൂടിയിട്ടുള്ള കൂടുതലും ഇതിൽ സീവീഡ് എക്സ്ട്രാക്ട് ജർമിനേഷൻ പ്രോസസ്സിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ റൂട്ട് ഡെവലപ്മെന്റ്, അതുപോലെ മണ്ണിന് ഇതിൽ നമ്മൾ കുറേ പൊട്ടി മിക്സിൽ തന്നെ നമ്മൾ കുറേ ഫെർട്ടിലൈസറുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചാണകമുണ്ട്, ചാണകപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ വേപ്പിൻ എല്ലുപൊടിയുണ്ട്, അതുപോലെ നീം കേക്കിൻ്റെ പൗഡർ ഉണ്ട്, മണലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇതിൻ്റെ വെള്ളം കെട്ടിക്കെടുക്കാതെ നിൽക്കുന്ന ഒരു പോട്ടി മിക്സ് ആവണം നമ്മളെ, പ്രത്യേകിച്ച് അടീനിയം ചെടികൾക്ക്. അപ്പോൾ കൂടുതൽ അതിന് ഒരു എയറേഷൻ കിട്ടും. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കുറേ ഗ്രാവൽസ് ചേർത്തിട്ടുണ്ട്. നല്ല പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആവാനായിട്ടുള്ളൊരു മീഡിയമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെടികൾക്ക് കൂടുതലും വളർച്ച കിട്ടുന്ന ഒരു സംഭവം. അങ്ങനെയുള്ളൊരു പോട്ടി മിക്സ് ചെയ്യുക. കൂടുതലും നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മണൽ മാത്രം ചേർത്താൽ മതിയോ. നമ്മളെ പുഴമണൽ ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക പോട്ടി മിക്സാണ്. അതിൽ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് വർമി കമ്പോസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് ചെടികൾ നമുക്ക് വളർത്താൻ പറ്റും. ഇത് നമുക്ക് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ചെടികൾക്ക് നേരിട്ട് ഇതിൻ്റെ കടക്കെ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം പ്രായമായിട്ടുള്ള ചെടിയാണ്. ഇതൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിന് ഒരു ഡെവലപ്മെന്റ് സമയം. കാരണം ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് എല്ലാ ചെടികൾക്കും ഒരു ഗ്രോത്തുള്ള സമയമാണത്. ചെടികൾ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ, നമ്മളെ സാധാരണ ഗാർഡനിങ് ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും. ഈ ഹ്യൂമിക് ആസിഡും അതുപോലെ തന്നെ സീവീഡ് എക്സ്ട്രാക്റ്റും അല്ലാതെ തന്നെ നമുക്കിത് ഓൺലൈനിൽ നമുക്ക് മേടിക്കാം. നിങ്ങളുടെ ചെടികൾക്ക് നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് ഈ ചെടിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റീപോർട്ട് ചെയ്ത ചെടിയാണ്. പക്ഷെ ഞാൻ എല്ലാ ചെടികൾക്കും കൂടുതലും വെള്ളത്തിൽ കൂടെ തന്നെയാണ് നമ്മളെ ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ ചെടികൾക്ക് അത് വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവും. കാരണം മണ്ണിലേക്ക് ആയിക്കഴിഞ്ഞാണല്ലോ ഏറ്റവും ബെസ്റ്റ് സംഭവം. ഇത് മോളിക്കൂടെ ഒഴിച്ചു കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിലേക്ക് കൂടുതൽ നമ്മൾ ചെടികൾക്ക് നേരിട്ട് മണ്ണിലൂടെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ചെടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ പ്രൂൺ ചെയ്തിട്ട് കുറേ ദിവസമായി.
ഇതിന് ഒരു മുളകള് വന്നു തുടങ്ങിയിട്ടില്ല. ഇത് മുളകൾ വരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് മണ്ണ്. അത് ചെടിക്ക് മണ്ണിലുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ഒരു ശക്തി കൊടുക്കുക, അല്ലെങ്കിൽ ആ മണ്ണിന്റെ pH ലെവൽ മാറ്റുക, അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇതിന്റെ വേരുകൾക്ക്, ഇതിന്റെ ഫീഡിങ് റൂട്ടുകൾക്ക് അതിനെ ഫീഡ് എടുക്കാനുള്ള ഒരു ലെവല്, ആ ഒരു പുഷപ്പ് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഹ്യൂമിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ സീവീഡ് എക്സ്ട്രാക്ട്. ഇനി ഇത് ഒരാഴ്ച കൊണ്ട് ഇതിന് നല്ല രീതിയിൽ ഇതിന്റെ മുളകള് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഗ്രാഫ്റ്റിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയത്, ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയിൽ മുളകൾ വന്നിട്ടുണ്ടോ? 4 മുളകളാണ് ഇതിന് വന്നിട്ടുള്ളത്. നമ്മളെ ഗ്രാഫ്റ്റിംഗ് ഒരുവിധം സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനും കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അഡീനിയം ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത് നല്ല ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളം. ഇപ്പൊ നിങ്ങൾ തുടർച്ചയായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ വെള്ളം കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോഴാണ് ഞാനിതിന് വെള്ളം കൊടുക്കുന്നത്. വെള്ളം കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫെർട്ടിലൈസറുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത്. അത് തന്നെ നമ്മളെ ചെടികൾക്ക് പെട്ടെന്ന് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ ഓരോ സ്റ്റേജിനും ഓരോ വളങ്ങളുണ്ട്. ഇപ്പൊ ചെടി വളർച്ചയിലെത്തുന്നതിനുണ്ട്, ചെടി ഫ്ലവറിങ്ങിനുണ്ട്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്ക് സംശയമുണ്ട്, ഇത് ടപ്പെന്ന് വെച്ചിട്ട് ഫ്ലവറിങ്ങും വരും. കാരണം ഈ കാലാവസ്ഥയിൽ ഫ്ലവറിങ്ങിന് കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും. ചില ഇടങ്ങളിലൊക്കെ മഴയുണ്ട്, എന്നാൽ ചില ഇടങ്ങളിലൊക്കെ നല്ല ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ നിങ്ങൾ പരമാവധി അഡീനിയം ചെടികൾ മിനിമം ഒരു 5 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഫുൾ സൺലൈറ്റിൽ നിങ്ങൾ വയ്ക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടും. അതിൻ്റെ കോഡക്സ് വലുതാവും. വെള്ളം കൊടുക്കുന്നതും നമ്മൾ പരമാവധി ശ്രദ്ധിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവുന്ന ഒരു പോട്ടിംഗ് മീഡിയ തയ്യാറാക്കുക. നിങ്ങൾ അഡീനിയം ചെടികൾ നന്നായി വളർത്തുക. ഇപ്പോൾ അഡീനിയം ചെടികൾ വളർത്താൻ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. കൂടുതൽ നമ്മൾ സീഡ്സിൽ നിന്ന് നമ്മൾ അഡീനിയം ചെടികൾ വളർത്താൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് നല്ല കോഡക്സും നല്ല കുറച്ച് ക്ഷമ വേണം. നമ്മൾ കുറച്ച് കുട്ടികളെ നോക്കുന്ന രീതിയിൽ പരിപാലിക്കണം. അതൊക്കെ ഒരു ഗാർഡനർ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചെയ്യുന്ന ആളാണ് ഒരു ഗാർഡനർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികളെ പോലെ പരിചരിക്കുക. പിന്നെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കുറെ ആൾക്കാർ സീഡ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സീഡ്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ വാട്സപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. സീഡ്സ് ആവശ്യമുള്ളവർ. നമ്മൾ സീഡ്സ് എടുക്കാറ് ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ സീഡ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സീഡ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സീഡ് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി ഇത്രയും ചെടികൾ നമുക്ക് ഇതിന് കൊടുക്കാനുണ്ട്, ഈ വെള്ളം കൊടുക്കാനുണ്ട്. ഇപ്പം എല്ലാം കൂടി കൊടുക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക, പെട്ടെന്ന് കാര്യങ്ങൾ നടത്താന്നുള്ളത്. ഞാൻ ഈ പറയുന്നതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വീഡിയോ ബോറാവുന്നുണ്ടെന്നുള്ളത് ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിനനുസരിച്ച് ഞാൻ കൂടുതൽ വീഡിയോസ് നിങ്ങളിലെത്തിക്കും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. എനിക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാറ്റിനും നമുക്ക് ഫ്ലവറിങ്ങിനുള്ള സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. ചിലതിനൊക്കെ നന്നായി ഫ്ലവർ വരാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. 2-3 ചെടികൾ 4-5 ചെടികൾ നല്ല ഫ്ലവറുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും താങ്ക് യു, ബൈ.